ലവ് ജിഹാദി ഞാൻ പറഞ്ഞ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വിഷയം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾ അറിയണം. കാരണം തെറ്റിദ്ധാരണ കൊണ്ട് എന്നെ പോലെയുള്ള താടിയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും. താടി ഇന്നത്തെ കാലത്ത് ഒരു വലിയ പേടിയായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ലവ് എന്ന് പറയുന്ന സ്നേഹം, അഫെക്ഷൻ എന്ന് നമ്മുടെ ലവ് എന്ന പദത്തിന്റെ സ്ഥാനത്തല്ല അഫെക്ഷൻ. അത് വേറൊരു തലമാണ്. ഏതായിരുന്നാലും ഞാനൊരു കാര്യം പറയാം. ഞാനൊരു മുസ്ലിമാണല്ലോ, എനിക്ക് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല. എന്റെ മതപ്രകാരം, ഞാൻ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം പ്രകാരം എനിക്കൊരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഞാനൊരു ഹിന്ദു പെൺകുട്ടിയെ പ്രേമിക്കും? അങ്ങനെ പ്രേമിച്ച് അവളെ ചതിക്കുക. പ്രേമം പരിശുദ്ധമാണല്ലോ എന്നല്ലേ പറയുന്നത്. പ്രേമത്തിന് ജാതി മതമുണ്ടോ? ഇസ്ലാമിൽ വിവാഹത്തിന് മുമ്പുള്ള സ്ത്രീ പുരുഷ ബന്ധവും പ്രേമവും ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലേ? നിങ്ങളുടെ സ്വന്തം മകള് വേറൊരു മതക്കാരന്റെ കൂടെ ഓടിപ്പോകുമ്പോൾ നിങ്ങൾ വേദനിച്ചിട്ടില്ലേ? കരഞ്ഞിട്ടില്ലേ? പിതാരക്ഷിതി കൗമാരേ ഭർത്തരക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്ഥവിരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. അച്ഛന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ മകൾ പിന്നെ ഭർത്താവിന്റെ സംരക്ഷണത്തിന്, അതിനിടയിൽ കാമുകോ രക്ഷിതി ഇല്ല. അതുകൊണ്ട് പ്രേമം ആര് പ്രേമിച്ചാലും, മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു പ്രേമിച്ചാലും ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം പ്രേമിച്ചാലും പാപമാണ്, ചെയ്യരുത്. അതാണ് മതം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിൽ ഇല്ല. ഇനി ജിഹാദ് എന്നതൊരു അറബി പദമാണ്. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? ത്യാഗം എന്നാണ് അർത്ഥം. ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. പ്രവാചകന്റെ സന്നിധാനത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു, ഞാൻ ആയുധമേന്തിയുള്ള പോരാട്ടത്തിന് റെഡിയായി. പ്രവാചകൻ ഉടനെ ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും ഉണ്ടോ? നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉണ്ട്. അവര് കരയുകയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോ. അവർക്കാരുമില്ല. ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പ്രശ്നമാണ്, അവർക്കാരുമില്ല. നോക്കണേ, ആ സമയത്ത് പ്രവാചകൻ പറയാ, ദൈവത്തിന്റെ പുണ്യം നേടാനാണോ നീ ആയുധ ജിഹാദിന് പുറപ്പെട്ടത്?